ജ്യോതി ഉറങ്ങിയിട്ടില്ല. അമ്മ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. സന്തോഷം കൊണ്ടല്ലേ? അമ്മയുടെ ജീവിതത്തിലെ വലിയൊരു സങ്കടല്ലേ നാളെ മാറാൻ പോകുന്നത്. അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ മുന്നില് ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടാവും. എത്ര അവഗണിച്ചാലും ചില നേരത്തൊക്കെ എടുത്തു നോക്കുമല്ലോ. അതുകൊണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സന്തോഷം അവളെ തേടി വന്നത്. ജ്യോതിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് മനുവിനെ നമുക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്. പിന്നെ ജീവിതത്തിന്റെ കാര്യമാണ്. അതൊക്കെ എങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ജ്യോതിയുടെ കാര്യം നടന്നതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതം പൂർണ്ണമാവില്ലല്ലോ. ഞാൻ അവളേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്തതോ നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തതോ അതൊന്നും ഒരു പ്രശ്നമല്ല. സത്യമെന്ന് ഒന്നുണ്ടല്ലോ, അത് നീ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം. സ്വന്തം കൈക്കുഞ്ഞ് ആപത്തിലേക്ക് നടന്നു പോകുമ്പോ അതങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഒരമ്മയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? കൂടെ ഓടും, നിലവിളിക്കും. അങ്ങനെയല്ലേ നിന്നോടും അമ്മ? അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചുവടുകൾ പിഴച്ചു പോകുന്നത് കാണുമ്പോ നെഞ്ചു കയറി ഉറക്കക്കിടന്ന് ഞാൻ നിലവിളിക്കുകയാണ്, ഓടി വന്ന് തടവുകയാണ്. അതൊന്നും കരുതിക്കൂട്ടിയോ ഓരോന്നും ചെയ്യുന്നതല്ല.